ആഖ്യായനത്തിൻ്റെ തൃത്വസിദ്ധാന്തം. ഇതൊരു പുതിയ കഥാകഥന രീതിയാണ്. ഇവിടെ ഭാഷകൾ വ്യത്യസ്തമാണെങ്കിലും ജീവിത ഘടകങ്ങളുടെ മിനുസവും പരുക്കനുമായ രൂപീകരണത്തിൻ്റെ ഒരു ദൃശ്യാവലോകനം നടക്കുന്നു. ചരിത്രത്തിൻ്റെ പരിണാമം ആഖ്യായനത്തിലൂടെ സംവേദിക്കപ്പെടുന്നു. സാഹിത്യ ലോകത്തെ കഥാകഥന ശൈലികൾ വ്യത്യസ്തമാണ്. ഇവ പ്രാചീന ലിപികളിലൂടെയും ചിത്രരചനയിലൂടെയും മറ്റ് മാധ്യമതലങ്ങളിലൂടെയും സഞ്ചരിക്കപ്പെട്ടിട്ടുണ്ട്. കാഴ്ചയിലൂടെയും വായനയിലൂടെയും വ്യത്യസ്ത ശൈലികൾ നാം ഉപയോഗിച്ചു വരുന്നുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ ആഖ്യായനത്തിൻ്റെ ഏറ്റവും നൂതനമായ ശൈലികളിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ ശബ്ദത്തോടെ അല്ലെങ്കിൽ നിശബ്ദമായ ചലനങ്ങളോടെ ആശയവിനിമയത്തിൻ്റെ അത്യുന്നത ഭാവത്തിലേക്ക് ആഖ്യായനത്തെ കൊണ്ടെത്തിക്കുന്നുമുണ്ട്. അങ്ങനെ എക്കാലവും ജീവിതകഥ ചരിത്രവും ചരിത്രം ജീവിതശൈലിയും ആയി ഒരു ജീവിതചക്രം ഉണ്ടാകുന്നു. ജീവിതകഥ, ചരിത്രം, ജീവിതശൈലി. കഥയുടെ പേര് ഖനനം. 12-12-12 മുതൽ 13-3-13 വരെ ആയിരുന്നു. ഇന്ന് 13-ാം തീയതി, ആദ്യ ഇന്ത്യൻ ബിനാലെ അവസാനിക്കേണ്ടിയിരുന്ന ദിവസം. കൊച്ചി മുസിരീസ് ബിനാലെ 2012 എന്നതായിരുന്നു ലോഗോയിലെ വാക്കുകൾ. ട്രാവൽ ഏജന്റ് നേരത്തെ പറഞ്ഞുറപ്പിച്ചതനുസരിച്ച് തനിക്കായി ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ ഊഴത്തിനായി റോസി കാത്തിരിക്കുകയായിരുന്നു. ഫോറിൻ ഗസ്റ്റുകൾ അപ്രതീക്ഷിതമായി എത്തിച്ചേരുമെന്നുറപ്പിച്ചതും ആ ദിവസം തന്നെ. അറബിക്കടലിൽ നിന്നും കൊച്ചി കായലിലേക്ക് വീശുന്ന തണുത്ത കടൽക്കാറ്റിന് അഭിമുഖമായി ആ പഴയ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രത്തിൻ്റെ ഗോഡൗണിൻ്റെ പിന്നാമ്പുറത്ത് കായലിനോട് ചേർന്നവൾ കാത്തിരുന്നു തൻ്റെ അതിഥികൾ. രക്തത്തിൻ്റെയും ഉപ്പ് കലർന്ന മീനിൻ്റെയും ഗന്ധമുള്ള കടൽക്കാറ്റ് അവളുടെ നാസികാഗ്രങ്ങളിലും തൊലിപ്പുറങ്ങളിലുമായി പറ്റിപ്പിടിച്ചിരിക്കുന്നതായി തോന്നി. രക്തം പകർന്നൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഡയാലിസിസ് ടേബിളിൽ നിന്നും നഴ്സുമാർ ഭർത്താവിനെ ആശുപത്രി മുറിയിലേക്ക് ഉച്ചയോടെ മാറ്റിയിരുന്നു. ഇടയ്ക്കെപ്പോഴോ പരിചയപ്പെട്ട ജോപ്പൻ, ബിനാലെ കുറച്ചു നാളോടെ ആളുകളുടെ ആവശ്യത്തിന് നീട്ടേക്കണേണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുവഴി കടന്നുപോയി. അത് കേട്ട മാത്രയിൽ ഹാവു, ഗസ്റ്റുകളുടെ മുന്നിൽ പിടിച്ചിക്കാട്ടോ എന്ന് മനസ്സിലോർത്തുകൊണ്ട് അവൾ ഒരു കപ്പ് ചായ വാങ്ങി കുടിച്ചു തുടങ്ങി. ഒരിടത്ത് തീരത്തോടടുത്തുകൊണ്ടിരുന്ന ഗസ്റ്റുകളും മറ്റൊരിടത്ത് ഭർത്താവിൻ്റെ രോഗവും മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. സന്ധ്യയായിട്ടും അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത കെട്ടിടത്തിൻ്റെ വരാന്തയിൽ ലാപ്ടോപ്പിൽ പാട്ട് കേട്ട് പാടുന്ന ഒരു യുവതി. ആൺകൂട്ടുകാർ തീ പകർന്ന് നൽകിയ സിഗരറ്റ് ഇടയ്ക്കിടെ പുകയ്ക്കുന്നുണ്ടായിരുന്നു. അവളും അതേറ്റുപാടാൻ ശ്രമിച്ചു. ധൂമപാനം അതത്ര തെറ്റൊന്നുമല്ല. ചെറുപ്പകാലത്ത് വല്യമ്മച്ചിയും നാത്തൂന്മാരും ഒന്നിച്ചിരുന്ന് കത്തിച്ചകത്താക്കിയിരുന്ന ബീഡിപ്പുക ആവോളം റോസിയും ആസ്വദിച്ചിരുന്നു. പ്രധാന വേദികളിലൊന്നായ ഡേവിഡ് ഹാളിൽ മറവിയിലാണ്ട സംഗീത ചരിത്രത്തിൽ നിന്നും കണ്ടെത്തിയ ഒരു ഗാനാലാപനാവിഷ്കാരം റെക്കോർഡ് ചെയ്തത് തൊട്ടടുത്ത ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ടെലിവിഷനിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പേർഷ്യൻ സംഗീത പാരമ്പര്യത്തിൻ്റെ ചുവടുവച്ച് ഹിന്ദുസ്ഥാനി സമ്പ്രദായത്തിലെ ഗസൽ ശീലകളെ പോലെ, അല്ലെങ്കിൽ അതിനും മുമ്പേ തിരോഭവിക്കപ്പെട്ട നാടോടി പാട്ടുകളാകാം. പകർപ്പവകാശത്തിൻ്റെയൊന്നും അകമ്പടികളില്ലാതെ സംഗീത സാഗരത്തിൽ അലയടിക്കുന്നു. ഇവിടെ സംഗീതം, വിവിധ ഭാഷ, കല, ജീവിതശൈലി തുടങ്ങിയവയിലൂടെയുള്ള തീർത്ഥാടനം വിവിധ ഭൂപ്രകൃതികൾക്കനുസൃതമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു ദ്വൈവാർഷിക സംഗമമാണല്ലോ. സംഘാടകർ ലാഭമാണോ നഷ്ടമാണോ എന്നറിയാതെ നെട്ടോട്ടം ഓടുന്നുണ്ട്. സർക്കാരിന് ആദ്യം ഇതിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നെന്ന് തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് അത് മാറി വന്നു. എപ്പോഴും രാഷ്ട്രീയ ചർച്ചകളാൽ കലുഷിതമാണ് മാധ്യമങ്ങൾ. പെൺവാണിഭം മുതൽ കോൺക്ലേവ് വരെ ചൂടുപിടിച്ച വർത്തമാനങ്ങളാണ്. പിന്നെ വിവാദങ്ങളും. അതിനിടയിലായിരുന്നു കൊലക്കുറ്റം ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായ ഇറ്റാലിയൻ നാവികർ
ജാമ്യത്തിൽ മുങ്ങിയതും. തുടർന്നുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങളും നിയമ നടപടികളും മറ്റും അരങ്ങേറിയത്. അതിഥികളിൽ ഇനി അവരും ഉണ്ടാകുമോ എന്തോ അവൾ ചിന്തിക്കാതിരുന്നില്ല. അതാ ഒരു ക്യൂറേറ്റർ, കൂട്ടുകാരും കൂടെ തന്നെയുണ്ട്. ഇതൊരു സാംസ്കാരിക സംഗമമെന്നോ യുദ്ധമെന്നോ പറഞ്ഞു നടക്കുന്നു. യുദ്ധം നടത്താൻ സാംസ്കാരിക വിഭവങ്ങളായാലും തെറ്റൊന്നുമില്ല. ആശയ സംഘടനമാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു. രക്തച്ചൊരിച്ചിലുമില്ലല്ലോ. കഥാതന്തുവും ബീജങ്ങളും വസ്തുക്കളുമൊക്കെ അടങ്ങിയ വ്യത്യസ്ത ആശയാവിഷ്കാരങ്ങളുടെ ഘോഷയാത്ര തന്നെ. മൂവി ക്യാമറ കണ്ണിലൂടെ ജെ.സി. ഡാനിയേൽ കണ്ട തല തിരിഞ്ഞ വിഗതകുമാരൻ്റെ ചിത്രം അതല്പം കൂടി സെല്ലിലോയിഡ് എന്ന മലയാള സിനിമയിലേതിനേക്കാളും വികലമായിട്ട് ഇവിടെ തോന്നും. ഇത്തരം പരിപാടികൾ വരും കാലങ്ങളിൽ തീർച്ചയായും മറ്റൊരു സാമൂഹിക മാറ്റത്തിന് നാന്ദി കുറിക്കുമായിരിക്കാം. നാളത്തെ അതിഥികളുടെ കൂട്ടത്തിൽ വിദേശികൾ ആരുമാവട്ടെ, ഒന്നുകൊണ്ടും പേടിക്കണ്ടല്ലോ. അവർക്കും പറയാൻ ഒരു തറവാട്ടു മഹിമയുണ്ട് നമ്മുടെ നാട്ടിൽ. ഒന്നുമല്ലേലും നൂറ്റാണ്ടുകൾക്കും മുമ്പേ ഇവിടെ വ്യത്യസ്ത ദേശങ്ങളുടെ സംസ്കൃതികൾ പരസ്പരം ലയിച്ചു ചേർന്നതാണല്ലോ. നമ്മുടെ ദേശത്തെക്കുറിച്ച് കേട്ടുകേൾവിയെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. അതുകൊണ്ട് നമുക്കും ജപിക്കാം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആശുപത്രിയിൽ നിന്നുള്ള കോളായിരുന്നു മൊബൈൽ ഫോണിൽ. റോസി ഒന്ന് ഞെട്ടി. ജീവനും മരണവും തമ്മിൽ തീരത്തോടടുക്കുന്നതിൻ്റെ ചിന്തകൾ. കുട്ടികളില്ലാത്തതിനാൽ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തിയാൽ മതിയായിരുന്നു. പണ്ടുള്ളോർ ഇന്നത്തെ പോലെ ഹോം സ്റ്റേകൾ അഥവാ അതിഥി മന്ദിരങ്ങൾ നടത്തിയിരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിദേശികളെല്ലാം അന്ന് വർണ്ണവ്യവസ്ഥിതിയിലാണല്ലോ അറിയപ്പെട്ടിരുന്നത്. വെള്ളക്കാർ, അവർക്കും തല ചായ്ക്കാൻ ഒരിടം, സംസ്കാരവും അവിടെ പങ്കുവയ്ക്കാം. അങ്ങനെ വിവിധ ഭാഷാ നിഘണ്ടുവിലെ കുശിനിയും കിച്ചനും കുസീനും സമാനാർത്ഥമായി മലയാളക്കരയിൽ വാണിരുന്ന കാലം. അക്ഷരാർത്ഥത്തിൽ മഹാബലി തമ്പുരാനും ബൈബിളിലെ പഴയ നിയമകാലത്തെ ബാബേലുകാരും സ്വപ്നം കണ്ടിരുന്ന കാലം. ജീവിതങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും സത്യത്തിൽ അടിയറവ് പറയുകയാണ് ചെയ്തതെന്ന് നിശേഷം പറയാം. അതുകൊണ്ടാണല്ലോ പിൻതലമുറക്കാർ ഇത്രയും സൗഹാർദ്ദപരമായി കാര്യങ്ങളൊക്കെ കൊണ്ടാടുന്നതും. അടുത്ത വേദിയിൽ അക്കാദമിക് ഡിസ്കഷന് സമയമായെന്ന് അനൗൺസ്മെൻ്റ് കേട്ടു. അവിടെ നടക്കുന്നത് ഒരവലോകന യോഗവും വരാനിരിക്കുന്ന സമാപന പരിപാടികളുടെ ദൃശ്യാവിഷ്കാര ചർച്ചയുമാണ്. ഇതും മറ്റൊരു സ്വാതന്ത്ര്യ സമരമാണെന്ന് ഒരു വിദ്വാൻ പറയുന്നത് കേട്ടു. ചരിത്രത്തിൻ്റെ കാലൊച്ച ഇവിടെ കേൾക്കാം. ഈ വരവഴി പദ്ധതിയിലൂടെ സാർവദേശീയതയുടെ പ്രതീകമായ അന്തർദേശീയ സമൂഹത്തിൻ്റെ ഒത്തുചേരലാണ് നടന്നത്. നമ്മുടെ തിരോഭവിക്കപ്പെട്ട ശ്രവണ ദൃശ്യ കലാവിഷ്കാരങ്ങളെല്ലാം ഈ പ്രദർശനാവിഷ്കാരത്തിലൂടെ ഒന്നായി തീർന്നിരിക്കുന്നു. സാർവദേശീയതയുടെ പ്രതീകം എന്ന് ഉറപ്പുവരുത്തുന്ന പരിപാടികൾക്കാണ് നാം ഇപ്പോൾ ഊന്നൽ നൽകേണ്ടത്. മറ്റൊരാൾ പറയുന്നു, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന്. എല്ലാ രാജ്യക്കാരും വ്യത്യസ്തരാണെങ്കിലും അവരുടെയെല്ലാം അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിലും സാഹിത്യം, കല തുടങ്ങിയ മറ്റ് സാംസ്കാരിക സങ്കല്പങ്ങളിലും ഒട്ടേറെ സമാനതകളുണ്ടെന്നാണ് നാം പഠിക്കേണ്ടത്. എന്തെന്നാൽ മനുഷ്യനുൾപ്പെടെ ജീവജാലങ്ങളെല്ലാം അവരവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ അല്ലെങ്കിൽ ജീവിതചക്രത്തിൽ ഒരേ പാത പിന്തുടരുന്നവരാണ്. ഇവിടെയാണ് സാംസ്കാരിക സമന്വയത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നാം എത്തിച്ചേരുന്നത്. ജീവിതത്തിൽ തീരങ്ങൾ തേടി അലയുമ്പോഴും മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ലക്ഷ്യമൊന്നാണ്, പക്ഷേ വഴികൾ വ്യത്യസ്തവും. ചരിത്രത്തിലെ മുസിരീസ് പട്ടണത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണത്തെക്കുറിച്ചും അറിയാമായിരുന്നു. ഇത്രയും ഖനിജശേഷി ഉണ്ടെന്നറിഞ്ഞിരുന്നില്ല. ഖനനം ചെയ്ത് കിടങ്ങുകളിൽ കണ്ടെത്തിയ മുത്തുകൾക്കും പവിഴങ്ങൾക്കും ഓടുപാത്രങ്ങൾക്കും മറ്റ് നഗരാവിശിഷ്ടങ്ങൾക്കും വിവിധ ഛായാചിത്രങ്ങളുടെ മുഖങ്ങളായിരുന്നു. ചിലർ ശിരോവസ്ത്രം ധരിച്ചും മറ്റു ചിലർ അവയവങ്ങളുടെ നിറത്തിലും വളർച്ചയിലുമുള്ള വ്യത്യസ്ത മുഖഭാവമുള്ളവർ.
തീരത്തോടണഞ്ഞപ്പോൾ അറിഞ്ഞും അറിയാതെയും നിക്ഷേപിക്കപ്പെട്ടവ. ആ വിവരണങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖനനവും ഒരു DNA ടെസ്റ്റായി കൂടുന്നുണ്ടോ? അങ്ങനെയായാൽ കിടങ്ങുകൾ ഓരോന്നും ഓരോ ഗോത്രത്തലവന്മാർക്കും പകുത്തു നൽകേണ്ടി വരും. ഒരുപക്ഷെ ബേപ്പൂര് വരെ ഖനനം നീളാൻ സാധ്യതയില്ലാതെയില്ല. നൂറ്റാണ്ടുകൾക്കും അപ്പുറത്തെ ജീവചരിത്രം വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടുന്നു. ഒരു നിർമ്മാണവും അറബിക്കഥകളും മറ്റൊരു ചരിത്രാന്വേഷണത്തിൻ്റെ ബാക്കി പത്രമാകുന്നു. രാത്രിയിൽ ദൂരെ കാറ്റിൻ്റെ അകമ്പടിയോടെ തീരം പുൽകുന്ന തിരമാലകളുടെ ഇരമ്പൽ കേൾക്കാമായിരുന്നു. തീരെ ഉറക്കം വരുന്നില്ല. ചിന്തകളിൽ കരയും കടലും തമ്മിൽ ഓടിത്തൊട്ട് കളിച്ചുകൊണ്ടേയിരുന്നു. ചിലപ്പോഴൊക്കെ പാലാഴി കടഞ്ഞ് പതഞ്ഞുയരുന്ന ധവളവർണ്ണമായിരുന്നു കടലിൻ്റെയും കരയുടെയും അതിർത്തിയിൽ അരഞ്ഞാണമായി മാറിയത്. കാറ്റ് ഓരോ കിടങ്ങുകളിലേക്കും മാറി മാറി വീശിക്കൊണ്ടിരുന്നു. വ്യത്യസ്ത അനുഭവങ്ങൾ, വേറിട്ട കാഴ്ചകൾ. ചിലപ്പോഴൊക്കെ കച്ചവടക്കാരുടെ ഉച്ചത്തിലുള്ള ആർപ്പുവിളികൾ കേൾക്കാം. ലേലം വിളികൾ. തെരുവിൻ്റെ ഒത്ത നടുവിലെ പടുകൂറ്റൻ വൃക്ഷച്ചുവട്ടിലിരുന്ന് വിലപേശുന്ന ദല്ലാളന്മാർ, കളം വരച്ച് പ്രതിഷ്ഠിക്കുന്നവർ. ഒടുവിൽ അവർ തനിക്കും വിലപേശുന്നതായി തോന്നിത്തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ അവളെല്ലാം തൻ്റെ മാറോടണയ്ക്കാൻ ഭാവിച്ചു. പിടിച്ച കൈയിഴകളിൽ നിന്നും അതിഥികൾ ഒന്നൊന്നായി തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മടിക്കുത്തിൽ നിന്നും ഉതിർന്നു വീഴുന്നുണ്ടായിരുന്നു പണക്കിഴികളും നിറഭേദമാർന്ന കല്ലുകളും. അവ അവിടവിടെ ചിതറിക്കിടക്കുന്നു. അതെല്ലാം ശേഖരിച്ച് ഒരു മൺകലത്തിലാക്കി തെരുവിൻ്റെ മൂലയിലെ ചായ്പിലെത്തി ചൊളിപ്പിച്ചു വച്ചു. ഒരു ദിവസം ആർത്തിരമ്പി വന്ന വെള്ളപ്പാച്ചിൽ ഭൂമിയിലാകെ തീർത്ത കിടങ്ങുകളിലേക്ക് ഇരച്ചു കയറുവാൻ തുടങ്ങി. പെരുവെള്ളപ്പാച്ചിലിൽ അവയൊന്നൊന്നായി ഒലിച്ചുപോയപ്പോൾ മൺതിട്ടകൾക്കിടയിൽ നീർച്ചാലുകൾ രൂപം കൊണ്ടു. പെരുവെള്ളം ഇറങ്ങിപ്പോയപ്പോൾ ആ നീർച്ചാലുകൾ ദൂരെ കടലിലേക്ക് നീണ്ടുകിടന്നു. അതിലൂടെ വീണ്ടും സാംസ്കാരിക തേരോട്ടം. പിറ്റേന്ന് രാവിലെ തൻ്റെ ഭർത്താവിനുള്ള മറ്റൊരു കുപ്പി രക്തത്തിൻ്റെ വിലയ്ക്കായി തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ബാങ്കിൻ്റെ ATM കൗണ്ടറിലേക്ക് ഓടി. ഗസ്റ്റുകൾ തനിക്കായി നിക്ഷേപിച്ചിട്ടുള്ള തുകയിൽ നിന്നും കുറേ എടുത്തു ആശുപത്രിയിലേക്ക് അവൾ ഓടുകയായിരുന്നു. ജീവിതവും മരണവും തമ്മിലുള്ള അതിർത്തി പങ്കിടാൻ. പൊക്കത്തിൽ ചെറുതായിരുന്നെങ്കിലും കാഴ്ചയ്ക്കൊട്ടും മോശമല്ലായിരുന്നു റോസി. കല്യാണാലോചന വന്നപ്പോൾ ചെറുക്കൻ ദുബായിൽ എവിടെയോ ബോയിലർ ഓപ്പറേറ്റർ ആണെന്നോ മറ്റോ ആണ് കേട്ടിരുന്നത്. കക്ഷി കുറച്ചു നാളത്തെ ലീവിന് നാട്ടിലുണ്ട്. തമ്മിൽ കണ്ടു. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചതനുസരിച്ച് കുരിശിങ്കൽ പള്ളിയിൽ വെച്ച് വിവാഹവും നടന്നു. ആദ്യ രാത്രിയിൽ തന്നെ തൻ്റെ ജോലിയുടെ സ്വഭാവവും അവിടുത്തെ ജീവിതത്തെക്കുറിച്ചെല്ലാം അയാൾ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. കല്യാണം കഴിഞ്ഞാലും കുട്ടികൾ ഉണ്ടാകുവാൻ താമസമെടുക്കാം എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള കാര്യവും അയാൾ പറയാൻ മടികാട്ടിയില്ല. ബോയിലറിൻ്റെ കടുത്ത ചൂടും സഹിച്ചുകൊണ്ടുള്ള ജോലിയാണ്. പക്ഷേ നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നീട് 2 വർഷങ്ങൾ കൂടുമ്പോഴൊക്കെ പലതവണ ലീവിന് വന്നുപോയി. വരുമ്പോഴൊക്കെ അടുത്ത പള്ളികളിലൊക്കെ നേർച്ച കഴിക്കാൻ പോകുമായിരുന്നു. അവസാനമായി വന്നപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ പോയി കിണറ്റിനരികിലുള്ള മരച്ചില്ലയിൽ തൊട്ടിൽ കെട്ടിയിടാനും നേർന്നിരുന്നു. ആ വർഷമാണ് സുനാമി തിരമാലകൾ തീരത്തടിച്ചത്. അതുകൊണ്ട് യാത്രയും മുടങ്ങി. അന്ന് തിരമാലകൾ കൊണ്ടുപോയത് ആയിരക്കണക്കിന് ജീവിതങ്ങളെയാണ്. പിന്നീട് വേളാങ്കണ്ണി യാത്രയും നീണ്ടുപോയി. തുടക്കം ചെറിയ നടുവേദനയിലായിരുന്നു. ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്ന മദ്യപാനശീലവും എടുത്തിരുന്ന ജോലിയുടെ സ്വഭാവവും കൊണ്ടാണോ എന്നറിയില്ല, വേദനയും ക്ഷീണവും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. മുഖത്തിൻ്റെ ചില ഭാഗങ്ങളിൽ തൊലി കറുത്തു തുടങ്ങിയതിൻ്റെ പാടുണ്ട്. ചികിത്സ തുടങ്ങിയതിന് ശേഷം ഇന്നേ വരെ യാതൊരുവിധ ജോലിക്കും പോയിട്ടില്ല. സമ്പാദിച്ച പണമെല്ലാം തീർന്നു. ധനികനായ രോഗിയേക്കാൾ ആരോഗ്യവാനായ ദരിദ്രനായിരിക്കുന്നതാണ് ഉത്തമം എന്ന വചനം ഓർമ്മയിൽ വന്നു. രോഗവും ദാരിദ്ര്യവും ഇരട്ട പ്രസവിച്ചതുപോലെ രണ്ടുപേരും വാശിയിലാണ്. ആരാണ് ആദ്യം ജയിക്കുക എന്ന മട്ടിലാണെന്ന് തോന്നിപ്പോകും തൻ്റെ ജീവിതം. ദാരിദ്ര്യമകറ്റാൻ ജോലിക്ക് പോകാം, പക്ഷേ രോഗം മാറാൻ എന്താണാവോ ചെയ്യുക? ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു അതവൾക്ക്. ആശുപത്രിയിൽ ഭർത്താവിൻ്റെ കട്ടിലിനരികിലിരുന്ന് ഓർമ്മയുടെ നിഴൽ പതിഞ്ഞ ഇരുട്ടിലൂടെ ഓരോ സംഭവങ്ങളും ഓർത്തെടുത്തു. ദിവസം ചെല്ലുന്തോറും
മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടേയിരുന്നു. തിരോഭവിക്കപ്പെട്ട ജീവിതം കൺമുന്നിൽ വിരിച്ച വെള്ളത്തുണിയിൽ ചിത്രങ്ങൾ തെളിയുന്ന പോലെ ഓർമ്മയുടെ ശീലയിൽ പ്രതിബിംബങ്ങളായി ഓടിമറയുന്നു. മറക്കുവാൻ ശ്രമിക്കുമ്പോഴും കഴിഞ്ഞകാല ജീവിതം കൂടുതൽ ശക്തമായി തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ആ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രത്തിനോട് ചേർന്ന കടവിൽ കെട്ടിയിട്ട വള്ളം ഓളപ്പരപ്പിൽ വള്ളത്തിനും കുറ്റിക്കുമിടയിൽ കിടന്ന് കയറിഴകളിൽ അയഞ്ഞും ഇറുകിയും ഓളം തല്ലിക്കൊണ്ടിരുന്നു. കാറ്റിൻ്റെ മർമ്മരത്തോടൊപ്പം ചാഞ്ചാടുന്ന മരച്ചില്ലകൾ നിറഞ്ഞ വർഷം. കുറ്റിക്കാടുകൾക്കുമപ്പുറം കാലചക്രത്തിൻ്റെ സിംഫണി മുഴക്കുന്നുണ്ടായിരുന്നു. ഉദയാസ്തമയങ്ങൾ, ഋതുക്കൾ, ഗ്രീഷ്മം, വർഷം, ഹേമന്തം, വസന്തം. പുരപ്പുറത്തുണക്കാനിട്ടിരിക്കുന്ന കഴുകിയ വസ്ത്രങ്ങൾ, കൗബീനങ്ങൾ നേരം വൈകിയാണെങ്കിലും ആശയവിനിമയം നടത്തുന്നു. അങ്ങനെ ചരിത്രം ഇവിടെ വീണ്ടും ഉറങ്ങാൻ തുടങ്ങുന്നു, വീണ്ടും ഉണർന്നെഴുന്നേൽക്കാൻ. ധാരാളം സ്വദേശികളും വിദേശികളുമായ അതിഥികൾ വന്നു പോകുന്നു. ഒപ്പം തിരമാലകളും കടൽ തീരമണിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും തൻ്റെ അതിഥികൾക്കായുള്ള കാത്തിരിപ്പ് റോസിയുടെ ചിന്തകളിൽ അലതല്ലിക്കൊണ്ടിരുന്നു. The theory of Trinitarian style of storytelling. This is a new mode of storytelling. Even though the languages are different, the ultimate truth and human texture in this visual presentation are one and the same. It conveys the evolution of his life, his story, history. There are different methods of narrating a story in literature. It is evolved through ancient scriptures, hieroglyphics, art of drawing and painting, and other medias. We have opted different methods for reading and visualization. The narration of a story through the visual medias has reached at its zenith. Perhaps through sounds or mute movements, the presentation perfectly conveys the true story in its letter and spirit. Thus, the life story becomes the history, and history turns out to be the lifestyle, and in such a way, the recycling goes on. Life story, history, lifestyle. The name of the story is Excavation. It was from 12-12-12 to 13-3-13. Today, the 13th, is a day the earliest Indian Biennale should have come to its culmination. The Cochin Muziris Biennale 2012 were the words in the logo. Just as the agent had ensured earlier, Rosie was anxiously awaiting for her turn. It was on the same day that she confirmed that foreign guests would certainly come. Facing the cool sea breeze from the Arabian Sea to the backwaters of Cochin, she sat waiting for a guest close to the backwater coast behind the godown for hill products. She felt as if the sea breeze, having the smell of blood and salty fish, has stuck in her nostrils and on her skin. The nurses has already moved her man from the dialysis table where blood was being transferred into his body to a room in the hospital. Jopen, whom she had met some time in the past, just passed by, commenting, "Biennale is extended now to a few more days as per the people's need." Just as she heard this, thinking, "Whoops," so can still remain clinging to the guest as before. She bought a cup of tea and started relishing it. Her mind was being haunted on one side by the guests who were getting close to the coast, and on the other
by the illness of her husband. Although it was dusk, they had not landed still. On the veranda of the adjacent building, a young woman was listening to a song from a laptop. She was smoking off and on a cigarette which her boyfriends had lighted for her. She too tried to repeat it in company. Smoking, it is not much of an error. In her childhood, the beady smoke spreading which her aunt and her sisters-in-law used to intake, Rosie also had enjoyed as much. In David Hall, one of the main dices, the recorded manifestation of singing discovered from the history of music that had been immersed in forgetfulness broadcast was being shown on the television hanging on the adjacent wall. Perhaps it could be like the Ghazal stanzas of Hindustani model, following Persian musical tradition, or could be the folk songs that had disappeared ever before. It was rippling in the musical ocean without any escort of copyright. Here, the pilgrimage of music through the diverse lingo, art, lifestyle, etc. is systematized as per the different natures of the earth. Well, this is a Biennale gathering. The organizers are running frantically, not knowing whether it is a loss or a gain. It seems the government had no interest in this in the beginning, but later the situation had changed. The media are badly affected by political discussions. From immoral trafficking to conclaves, are there items of hot news? Well, controversies too. It was right in the middle of these that the Italian mariners accused of murder had secured bail and escaped, and subsequent uproar and legal actions followed. Will there be they too among the guests? She didn't fail to think likewise. There, one curator. His friends also are with him. They walk by remarking it is a cultural gathering or a battle. It is not wrong to wage a war on cultural issues. Guess, it is a confrontation of ideas that is going on. Well, thank God, after all, no bloodshed. Certainly, it is a procession of diverse manifestations, composed of the sketch of the story, origins, and materials. The picture of the hapless, ignored, unfortunate scene through the lenses by J.C. Daniel. Here, it will seem to be only a little more faulty than the one in the Malayalam movie named Celluloid. Programs like this may certainly make the beginning for a change in the society. Among the guests of the tomorrow, foreigners, whoever they may be, need not be scared after all. Even they have an ancestral grandeur to talk about on our country. Albeit, there is nothing. Mutual merging of cultures of different countries has already taken place here. They must have heard at least rumors about our country. So, we too can recite Loka Samasta Sukhino Bhavantu. May the whole world remain happy. Call on the mobile phone. It was from the hospital. Rosie was shocked. Thoughts, life and death mutually reaching the shore. Since there are no children, it was enough to find money just for treatment. In the good old days, it is heard that some people used to run residences or homestays for guests. In those days, the foreigners used to be considered on the condition of their complexion, the white complexioned. Even for them, a place to hide the hair. There can also share the culture. Thus, a time when in the dictionaries, words of different languages like kushini, kitchen, and cuisine used to prevail as of the same meaning in the land of Malayalam. Literally, a time on which the Royal Highness Mahabali and the Babels of the time of the Old Testament used to dream about.
one can remark without any doubt that people, in fact, were admitting defeat mutually. Hence why the succeeding generations are celebrating everything in such a friendly manner. An announcement from the adjacent diocese. Time to start discussion. What is going on there is a meeting of observation and the visual manifestation of the concluding program. Heard another scholar remarking, "This is yet another independent struggle. One can hear the footfall of history here. Through the project of painting, path, it is the assembling together of international community, symbolic of what pertains to all regions. Through the exposure of this exhibition, all our disappeared audio-visual manifestations of art have become one and the same. Now it is to the programs that ensure the symbol of internationality that we should give support to." Another one comments, "It is to unity in diversity that we should pay attention. Albeit all the people of all the countries are different in their basic problems of life, art and literature and other cultural imaginations, there are a lot of similarities. Why? Because the multitude of living beings, including humans, are ones that follow the same path in their field of activities or in their life cycles. This is where we reach the real ultimate aim of cultural uniformity. Even when we wander about seeking shows in life, what one has to realize is that the aim is one, but the means different." Well, had known about Mussoories town in history and the researches going on about the same, but never realized that it had such a mineral strength. The pearls, corals, bronze vessels, and other remnants of the ancient town had the appearance of different photographs. Some had headdress on, and some others with different facial expressions on their color and growth of limbs. These were deposited knowingly and unknowingly as a coast reached the coast. These descriptions are projected here. Well, is it that the excavation cannot be a DNA test? If it is so, each and every ditch will have to be divided and given to the leaders of hill tribes. Perhaps the excavation stretching to Bepur cannot be impossible. The life history of the time beyond centuries is again re-manifested. Building of wooden ships, Uru, and the Arabian stories are the balance sheet of yet another historical research. In the night, could hear the roar of the waves caressing the shore of the sea with the escort of wind. No scope at all for sail. In thoughts, land and sea were having fun touching on the road. Sometimes it was the snow-white color of the rising foam, when milk is churned, that decorated the boundary of the sea and shore like a hip chain. Wind continued blowing alternately into each trench. Diverse experiences, different sights. Sometimes could hear the loud hurrahs of merchants, biddings, bargaining brokers sitting in the shade of huge tree right in the middle of the road were installing figures, decorating the floor. At last, she started feeling that they were bargaining for her too. Not knowing what to do, she pretended as if embracing everything to her chest. Guests, one by one, are being snatched away from her tightened grip. Money and stones of different shades were dropping from their cloth flap. They remained scattered here and there. Collecting all that in an earthen pot, reaching a sloping shed in the corner of the street, kept it concealed. One day, when the torrential flow of roaring water started sweeping into the trenches dug in the earth, and each and every one of them became extinct, channels of water were formed under the sandbanks. When the flood subsided, those channels remained stretched to the sea in the distance.
through them, again cultural chariot festival. The next morning, for the sake of another bottle of blood for her man, she ran to the ATM counter, the bank close by. She withdrew quite a bit from the amount deposited for her by the guests. Then she was running to the hospital to share the boundary between life and death. Although she was rather dumpy inside, she was not at all bad in appearance. When the proposal came, what she heard was that he was a boiler operator or so somewhere in Dubai. He was in homeland on leave for a short sketch. Met each other and families settled. Marriage also took place at the Holy Cross Church. On the very first night itself, he explained to her in detail about the nature of his job and life there. He didn't hesitate even to convey what the doctors had advised, that even when the marriage is over, can keep waiting for children to be born. The job is one of enduring severe heat of the boiler, but it is fetching good salary. Later, he came on leave and returned on alternate years several times. Whenever he landed, he used to go to nearby churches to perform the act of offering. When he reached on latest leave, he had a vow to visit the church in Velangani and to hang a cradle on the branch of tree close to the well. That was the year in which the turbulent tsunami waves swept over the shore. Consequently, the trip also was interrupted. It was thousands of lives that were taken away by the billows. Later, the pilgrimage to Velangani also was delayed. Beginning was with just slight pain on the back. I don't know whether it was due to the habit of occasional drinking and the nature of the job engaged in. The pain and weakness increased day by day. There are some scars on the face where the skin is turned black. Since the treatment started, hasn't gone to work. All the money earned has exhausted. The wise saying, better to remain a healthy poor than a wealthy sick, came to my mind. Illness and poverty, like twins born, both are obstinacy. In own life, it would seem as if they are in the manner to find out who will win first. To remove poverty can go to work, but to eradicate illness, oh, what is to be done? To her, it was a question of no answer. Sitting close by the bedstead of her husband in the hospital, she collected each and every incident through the shadow-cast darkness. As the days passed by, the distance to death was becoming less and less. Life destined to be disappeared. Just as the pictures becoming clear on the white cloth spread before the eye, the reflections run and disappear on the screen of memory. Even when trying to forget, the bygone life is coming clear more powerfully. Even then, the country craft that had been tied with a rope between a boat and a stump close to the business center of the hill produce continued swinging in between the tightening and loosening of the rope. The thickly grown branches of the tree beyond the bush were moving about with a rhythmic step, along with the murmuring of the breeze was resounding the symphony of cycle motion of the time. Dawn and dusk, climatic changes, summer, rain, winter and spring. Cleaned dirty clothes, including undergarments, spread on the roof, albeit late, are conducting exchange of ideas. Thus, history begins to sleep again, to wake up again. A lot of guests, foreigners and natives are coming and going. Along with that, the waves also are approaching the seashore. Even then, her waiting for the guests made ripples in Rosie's thoughts.
La théorie de style trinitaire des contes. C'est une nouvelle façon de raconter des histoires. Même si les langues sont différentes, la vérité finale et la texture humaine dans cette présentation visuelle sont identiques. Il communique l'évolution de sa vie, de son histoire. L'histoire. Il y a plusieurs méthodes de raconter une histoire en littérature. Elle s'est développée à partir des écritures anciennes, l'hiéroglyphe, l'art de la peinture et d'autres médias. Nous avons choisi les méthodes différentes pour la lecture et la visualisation. À travers le média visuel, la narration d'une histoire a atteint un nouveau sommet. Peut-être par des sons ou des mouvements muets, la présentation transmet parfaitement la vraie histoire dans sa forme et son esprit. Ainsi, l'expérience de la vie devient l'histoire et l'histoire se tourne d'être le style de vie. Ainsi, le recyclage continue. L'expérience de la vie, l'histoire, le style de vie. Le titre de l'histoire est l'excavation. C'était à partir du 12 décembre 2012 au 13 mars 2013. Aujourd'hui, le 13 est le jour où la première biennale indienne doit être arrivée à son point culminant. The Cochin Musris Biennale 2012. Il s'éteint les mots du logo. Comme l'agent avait assuré auparavant, Rosie attendait anxieusement pour son tour. C'était le même jour qu'elle a confirmé l'arrivée des clients étrangers. En se sentant la brise fraîche qui part de la mer d'Arabie au marigot de Cochin, elle a attendu ses clients près de la côte des marigots, qui est située derrière le vieil entrepôt pour les produits de collines. Elle se sentit que la brise de la mer ayant l'odeur du sang et du poisson salé a piqué son nez et sa peau. Les infirmiers avaient déjà déplacé son mari de la table de dialyse où les sangs étaient transférés dans son corps pour une chambre dans l'hôpital. Jopen, qu'elle avait rencontré quelque temps dans le passé, il vient de passer. En commandant, selon le besoin du peuple, le biennale est entendu à quelqu'un de plus jour. Elle vient d'écouter cela en pensant « Ouf !» Donc, on peut encore rester au client comme avant. Elle a acheté une tasse de thé et elle l'a goûté. D'un côté, son esprit était hanté par les clients qui arrivent à la côté, et de l'autre côté par la maladie de son mari. Bien qu'il était le crépuscule, il n'avait pas encore atterri. Sur le véranda du bâtiment adjacent, une jeune femme écoutait une chanson à partir d'un ordinateur portable. Elle fumait et sur une cigarette sur laquelle ses amis avaient allumé pour elle. Elle-même l'a répété dans la société. Le tabagisme, ce n'est pas une erreur. Dans son enfance, la fumée de cigarettes que sa tante et ses belles-mères ont utilisée. Rosie avait aussi apprécié. Dans la salle de David, l'un des estrades principaux, la manifestation enregistrée de chantier sur laquelle a découvert de l'histoire de la musique qui avait été plongée sur le manque de mémoire. C'est passé à la télévision suspendue au mur adjacent. Il pourrait peut-être comme les strophes ghazal d'Hindustani, suivant la tradition musicale persane, ou il pourrait être les chansons folkloriques qui avaient disparu. Il a été inclus dans l'océan musical sans aucun escompte du droit d'auteur. Ici, le pèlerinage de musique à travers les arts de langues variées, les styles de vie sont systématisés selon les différentes natures de la terre. Alors, c'est un rassemblement bisannuel. Les organisateurs courent frénétiquement, ne sachant pas ni un perdre ni un profit.
Il semble bien que le gouvernement ne l'avait aucun intérêt au début. Les médias sont gravement affectés par des discussions politiques du trafic immoral au conclave sont les informations dernière minute. Ou bien, les controversies aussi. C'était en plein milieu de ce que les marines italiens sont accusés de meurtre avaient accordé la mise en liberté sous caution et ils sont échappés et les actions juridiques suivies. Seront-ils parmi les invités? Elle a réussi de penser de même. Là, un conservateur, ses amis sont aussi avec lui. Ils marchent en remarquant que c'est un rassemblement culturel ou d'une bataille. Il n'est pas faux de mener une guerre sur les questions culturelles. Devinez, c'est une confrontation d'idées qui se passe. Ou bien, grâce à Dieu, après tout, pas diffusion de sang. Certainement, c'est un cortège de manifestations diverses, composé de l'excuse de l'histoire, des origines et des matériaux. L'image de l'infortuné malheureux a vu à travers les lentilles de Jesse Daniel. Ici, il sera en train d'un peu plus défectueux que celui dans le film malayalam nommé Celluloid. Les programmes comme cela peuvent faire le début d'un changement de la société. Parmi les autres de demain, les étrangers qu'ils n'ont pas peur, bien qu'ils ont une grandeur ancestrale pour parler sur notre pays, quoique ce ne soit rien. La fusion mutuelle des cultures de différents pays a déjà lieu ici. Ils doivent entendre au moins rumeur sur notre pays. Alors, nous-mêmes, nous pouvons réciter Loka Samasta Sugino Bhavantu. Quelques mondes entiers de rester heureux. Un appel sur le téléphone portable. C'était de l'hôpital. Elles ont été tout retournées. Les pensées, la vie et la mort attiennent mutuellement la vie. Comme il n'y a pas d'enfants, il suffisait de trouver de l'argent juste pour le traitement. Dans le bon vieux temps, il est entendu que certaines personnes ont l'habitude de gérer des résidences ou des auberges pour les invités. C'était le jour où les étrangers ont l'habitude de considérer selon leur tien, le tien blanc. Même pour eux, un espace de se piauter, ils peuvent également partager la culture. Ainsi, dans les dictionnaires, les mots des différentes langues comme cucini, kitchen et cuisine ont utilisé pour l'importer à la même signification dans la langue malayalam. Littéralement, un ton sur lequel l'Altesse Mahabali et les Babel sont en train de rêver. Sans aucun doute, on peut remarquer les gens ont admis les échecs mutuellement. Dès lors, les générations facturent faites tout ce qu'une manière amicale. Une annonce de l'estrade adjacente, le temps de commencer la discussion. Là-bas, il y a une réunion de l'observation et la manifestation visuelle du programme final se passe. On a entendu un autre savant remarquant, c'est encore une autre lutte de l'indépendance. Grâce au projet de la peinture, le schéma, c'est la réunion de la communauté internationale, qui est symbolique de ce que relève de toutes les régions. À travers la couverture de cette exposition, toutes nos manifestations audiovisuelles d'art qui sont disparues deviennent identiques. Maintenant, c'est le programme qui assure le symbole de l'internationalité que nous apportions en faveur de la manifestation audiovisuelle. Une autre remarque, c'est l'unité dans la diversité, que nous prêtions attention, quoique les peuples de tous les pays sont différents de leurs soins problèmes de base de la vie.
Il y a beaucoup de ressemblances comme l'art, la littérature et l'autre imagination culturelle. À cause de cette raison d'être vivants dans les humains qui sont suivre le même schéma dans leur domaine d'activité ou le cycle de vie. C'est là qu'on va arriver à l'objectif suprême de l'uniformité culturelle. Lorsque nous recherchons les rives dans leur vie, ce que l'on se rend compte, l'objectif est le même, mais les moyens sont différents. Ou bien, on avait connu la vie meurtrisse dans l'histoire. Et les recherches continuent de la même, mais on n'a jamais réalisé qu'il y avait une telle force minérale. Les perles, les coraux, les vases en bronze et l'autre reste de l'ancienne vie avaient apparence de différentes photographies. Certains avaient les coiffes et d'autres avec les expressions différentes de faciales sur leurs couleurs et aussi la croissance de membres. Ils sont déposés consciemment et inconsciemment en abordant la rive. Ces descriptions sont également exposées ici. Ah bon, est-ce que l'excavation ne peut pas être un test ADN? Si l'on est ainsi, chaque fossé devra diviser et donner au chef de tribu montagnard. Peut-être l'excavation tend à Beppour, ce ne peut pas être impossible. L'histoire de la vie du temps au-delà des siècles est remanifestée. La construction de navires en bois, Ourou et les histoires arabes sont les bilans des autres recherches historiques. Dans la nuit, on entendait le bruit des vagues, caressant le rivage de la mer avec l'escorte de vent. Ça ne laisse pas beaucoup de place au sommet. On pensait la terre et la mer étaient en train de toucher sur la rangée. Parfois, c'était la couleur de la neige blanche, du lait et baratté qui décorait la limite de la mer et la terre comme une chaîne de la ronge. Le vent a fait tomber alternativement dans chaque tranchée, les expériences diverses, les sites différents. Parfois, on entendait les hurrahs forts de négociants, les enchères. Il y avait un arbre au milieu de la route. Les courtiers négociant assis à l'ombre de l'arbre qui ont installé les chiffres en décorant la terre. Enfin, elle a commencé à ressentir qu'ils se sont attendus à elle. Ne sachant pas quoi faire, elle a embrassé tout à sa poitrine. Les autres, un par un, on enlève de son emprise serré l'argent et les pierres de différentes nuances, tombées de leur tissu. Ils sont dispersés ça et là. En ramassant tout cela dans un pot de terre, atteignant une cabane en pente dans le coin de la rue. Elle l'a gardé caché. Un jour, lorsque le débit torrentiel d'eau a commencé à balayer dans les tranchées creusées dans la terre, et à chacun d'eux, sans exception, se sont éteints. Les canaux d'eau se sont formés sous le banc de sable. Quand le décrue de eau, ces canaux sont étirés à la mer. Grâce à l'eau, encore le festival culturel de Char. Le lendemain matin, pour une autre bouteille de sang pour son mari, elle a couru au DAB près de la banque. Elle arrêtait un bout de la somme qu'avaient déposée par les invités. Puis, elle a couru à l'hôpital, partager la frontière entre la vie et la mort. Même si en vue, elle était boulotte, elle n'était pas mal du tout en apparence. Lorsque la préposition est arrivée, c'est qu'elle a entendu qu'il était un opérateur de chaudier ou quelque part à Dubaï. Il était dans son vacances pour un court séjour.
Rencontrés les uns les autres et les familles se sont installées, le mariage a également eu lieu à l'église Sainte-Croix. La première nuit même, il lui a expliqué en détail sur la nature de son travail et de son vie là-bas. Il n'hésite pas même de dire ce que les médecins avaient conseillé. Après le mariage est terminé, ils peuvent faire attendre pour les enfants. Le travail est l'un de supporter le chaleur de la chaudière, mais il rapporte bien. Plus tard, en plusieurs temps, il est en congé sur une année sur deux. Chaque fois qu'il est arrivé, il a l'habitude d'aller à l'église à accomplir l'acte d'offrande. Quand il a visité le dernier congé, il avait fait un vœu de visiter l'église de Velankani et accroché un berceau sur la branche d'un arbre près du puits. C'était l'année où les vagues du tsunami ont balayé sur le rivage. En conséquence, le rivage a également interrompu. C'était des milliers de vies qui sont emportées par les flottes. Suivant le pèlerinage à Velankani a également retardé. En commencement, il avait mal au dos. Je ne sais pas si c'était à l'habitude de prendre un verre de temps en temps et de la nature de l'emploi. La douleur et la faiblesse ont augmenté de jour en jour. Il y a quelques cicatrices sur le visage, où le peau était devenu noir. Depuis le début du traitement, il n'est pas allé travailler. Il y a quelques cicatrices sur le visage, où le peau était devenu noir. Depuis le début au traitement, il n'est pas allé à travailler. L'argent gagné a épuisé. Le sage diction, il est mieux de rester un pauvre saint qu'un malade riche. C'est arrivé à mon esprit. La maladie et la pauvreté comme des jumeaux nés. Tous les deux sont en obstination dans sa propre vie. Il semble qu'elles sont dans la manière de savoir qui va gagner en première. Pour supprimer la pauvreté, on peut aller au travail, mais pour éradiquer la maladie, ouf, quoi faire? Pour elle, c'était une question de non-réponse. En assistant près du lit de son mari à l'hôpital, elle se rappelait chacun ses dons. Comme les jours étaient passés, la distance à la mort devenait de mois en mois. La vie destinée était disparue, tout comme les photos deviennent claires sur le tissu blanc. Les réflexions courent et ils disparaissent sur l'écran de la mémoire. Même en essayant d'oublier, la vie révélée vient plus fortement passer. Même que l'embarcation du pays qui avait attaché avec corde entre un bateau et un moignon près du centre affaires, qui a continué balancer entre la corde. La branche très développée se déplaçant avec des étapes rythmiques ainsi que dans le même temps la symphonie de la motion du cycle a résonné. L'aube et le crépuscule, le changement climatique, l'été, la pluie, l'hiver et le printemps. Les vêtements lavés, y compris les sous-vêtements répartis sur le toit, quoique en retard, en menant des échanges d'idées. Ainsi l'histoire commence à se rendormir, se réveiller encore. Beaucoup d'invités, les étrangères et les autochtones, ils vont et viennent en accompagnant cela. Les vagues approchent également au rivage. Et malgré tout, son attente pour les invités, on fait les ondulations dans les pensées de Rosie.